ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിപ്പോൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, കമ്പൈൻഡ് മീനാണ്. ഈ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്തച്ചാൽ മതി. കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നമ്മൾ ഇത്രയും കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തില്ലേ, ക്ലാസ്സിലിരുന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒറ്റ സീരീസ് കണ്ടിട്ട് അതിൻ്റെ മീൻ കണ്ടുപിടിക്കുക ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ അവിടെ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കുക ചെയ്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പല അഡ്ജസ്റ്റ്മെൻറ്റ്സും പറഞ്ഞു, പല മെത്തേഡിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ സീരീസ് ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഒരു മാറ്റം വന്നു. x1 2 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് മീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് x1 2 ബാർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ബൈ n1 പ്ലസ് n2 എന്നാണ് എൻ്റെ ഇക്വേഷൻ. എൻ്റെ അകത്ത് അവിടെ പറയുന്നുണ്ട് n1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ഫസ്റ്റ് സീരീസും n2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ സെക്കൻഡ് സീരീസും, അതുപോലെ തന്നെ x1 ബാർ എന്ന് പറയുന്നത് അരിതമാറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് സീരീസ്. ഒരു 2 സീരീസ് വരുമ്പോഴാണല്ലോ, 2 സീരീസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ 3 സീരീസിൻ്റെ ഡേറ്റ നമുക്ക് തരും, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോഴും നമ്മൾ ഈ ഇക്വേഷൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. 3 സീരീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ n1 x1 ബാർ പ്ലസ് n2 x2 ബാർ പ്ലസ് n3 x3 ബാർ എന്ന് ഇട്ടാൽ മതി. അത് ഇക്വേഷൻ്റെ അകത്ത് വ്യത്യാസമുള്ളൂ. ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3. നമ്മൾ 3 സീരീസ് ഉണ്ടെങ്കിൽ n3യും കൂടെ കൂട്ടണം. അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസമുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ അകത്തൊന്ന് നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാണ്: മീൻ ഹൈറ്റ് ഓഫ് 20 മെയിൽ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് 170 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്തതും കൂടെ പറയാം. ആൻഡ് മീൻ ഹൈറ്റ് ഓഫ് 30 ഫീമെയിൽ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് 150 സെൻറ്റിമീറ്റർ. അപ്പം 2 കൂട്ടറുടെ കാര്യം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ വർക്കേഴ്സ് എന്ന് പറയുന്നതിന് നമുക്ക് 2ആയിട്ട് തിരിക്കാം. വർക്കേഴ്സ് മെയിൽ വർക്കറും ഉണ്ട്, ഫീമെയിൽ വർക്കറും ഉണ്ടെന്ന് നോക്കുക. അതിനകത്ത് 20 മെയിൽ വർക്കറും അതുപോലെ 30 ഫീമെയിൽ വർക്കറുമാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 50 വർക്കേഴ്സാണ് നമുക്കവിടെ ഉള്ളത്. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയുന്നുണ്ട് മീൻ ഹൈറ്റ് ഓഫ് 20 മെയിൽ വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 20 മെയിൽ വർക്കറിൻ്റെ മീൻ ഹൈറ്റ്, അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 170 സെൻറ്റിമീറ്ററും. ഇനി അടുത്തൊന്ന് നോക്കിയാൽ മീൻ ഹൈറ്റ് ഓഫ് 30 ഫീമെയിൽ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി ഈസ് 150 സെൻറ്റിമീറ്റർ. അപ്പം 30 ഫീമെയിൽ വർക്കേഴ്സിൻ്റെ മീൻ ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇത് x1 ബാറെന്നും ഇത് x2 ബാറെന്നും നമ്മൾ കൊടുത്തു. ഓക്കെ. അപ്പോൾ ആദ്യം ഇത് എടുത്തെഴുതാനായിട്ട് ആദ്യം നിങ്ങൾ പഠിക്കുക. ആദ്യം n എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ശരിക്കും വായിച്ച് നോക്കിയാലേ n മനസ്സിലാകത്തുള്ളൂ. n1 ഏതാ n2 ഏതാന്നൊക്കെ നമുക്ക് ശരിക്കും നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പോൾ n1 എടുത്തു, n2 എടുത്തു. ഇതിനെ നമ്മൾ മെയിൽ വർക്കറിനെ നമ്മൾ n1 എന്നും ഫീമെയിൽ വർക്കറിനെ നമുക്ക് n2 എന്നും കൊടുക്കാം, അല്ലേ? അപ്പോൾ നമ്മുടെ ഡേറ്റ കിട്ടി. n1 20, x1 ബാർ 170, n2 30, x2 ബാർ 115 കിട്ടി. ഇനി നമ്മൾ നേരെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് കമ്പൈൻഡ് മീൻ ഹൈറ്റ്. കമ്പൈൻഡ് മീൻ ഹൈറ്റ് ഓഫ് 50 വർക്കേഴ്സ് ഇൻ ദ ഫാക്ടറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഇക്വേഷൻ ഒന്ന് എഴുതാം. അതായത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഇതാണ്: n1 x1 ബാർ എന്ന് പറഞ്ഞാൽ 20, അതായത് 20 മെയിൽ വർക്കേഴ്സിൻ്റെ അരിതമാറ്റിക് മീൻ 170. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത്. 20 എന്ന് പറയുന്നത് മെയിൽ വർക്കേഴ്സാണ് n1. x1 ബാർ എന്ന് പറയുന്നത് മെയിൽ വർക്കേഴ്സിൻ്റെ മീൻ 170 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ 170 മൾട്ടിപ്ലൈ ചെയ്തു. n1 x1 ബാർ എന്ന് പറഞ്ഞാൽ n1 ഇൻറ്റു x1 ബാർ എന്നും പ്ലസ് n2 ഇൻറ്റു x2 ബാർ എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ n2 എന്ന് പറയുന്ന ഫീമെയിൽ വർക്കേഴ്സാണ്. 30 ഫീമെയിൽ വർക്കേഴ്സ്, അവരുടെ അരിതമാറ്റിക് മീൻ തന്നിട്ടുണ്ട്, 150 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി n1 പ്ലസ് n2, 20 മെയിലും 30 ഫീമെയിൽ വർക്കേഴ്സുമാണ്. അങ്ങനെ ടോട്ടൽ വർക്കേഴ്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് 50 വർക്കേഴ്സാണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എടുക്കുന്നതാണ്. ഇവിടെ n1ഉം n2ഉം x1 ബാറും x2 ബാറും എന്താണ് തന്നിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം എടുത്തെഴുതുക. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കമ്പൈൻഡ് അരിതമാറ്റിക് മീൻ, ടോട്ടൽ വർക്കേഴ്സിൻ്റെയും കൂടെ അരിതമാറ്റിക് മീനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. x1 2 ബാർ വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും: 20 × 170 പ്ലസ്
30 × 150 mm 7900 കിട്ടും. ഡിവൈഡഡ് ബൈ 50, 20 + 30 50. എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 158 സെൻറ്റിമീറ്റർ ആണ്. അതായത് X12 ബാർ കമ്പൈൻഡ് മീൻ ഓഫ് ടോട്ടൽ വർക്കേഴ്സ്, അതായത് മെയിലിൻ്റെ ഫീമെയിലിൻ്റെയും കൂടെ ചേർത്തുള്ള കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത് എന്താണ് 158 സെൻറ്റിമീറ്റർ ആണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യനോട് പറയാം. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനകത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലമാണ്. അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കുക. അത് ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഓരോ ഐറ്റംസും എടുത്ത് എഴുതാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് നോക്കിക്കേ. മീൻ വേജസ് ഓഫ് 100 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി, 100 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി റണ്ണിങ് 2 shifts of 60 and 40 വർക്കേഴ്സ് റെസ്പെക്റ്റീവ്ലി ഈസ് ₹38 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോട്ടൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 100 പേര് വർക്ക് ചെയ്യുന്ന ഫാക്ടറി. അതിനകത്ത് 2 ഷിഫ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്ന് മോർണിംഗ് ഷിഫ്റ്റും മറ്റൊന്ന് ഈവനിങ് ഷിഫ്റ്റുമാണ്. 2 ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം വീണ്ടും ഒന്നുകൂടെ ആ സെൻറ്റൻസ് ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. മീൻ വേജസ് ഓഫ് 100 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി റണ്ണിങ് 2 ഷിഫ്റ്റ്സ്. അപ്പോൾ നമ്മൾ മോർണിംഗ് എന്നും ഒരെണ്ണം ഈവനിങ് എന്നും കൊടുത്തു. ഓഫ് 60 and 40 വർക്കേഴ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റിൽ 60 എന്നും ഈവനിങ് ഷിഫ്റ്റിൽ 40 എന്നും കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഇതിനെ നമുക്ക് N1 ആയിട്ടും ഇതിനെ നമുക്ക് N2 ആയിട്ടും എടുക്കാം. ഓക്കെ. ഇനി അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുകൂടെ വായിക്കുമ്പം മീൻ വേജസ് ഓഫ് 100 വർക്കേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 100 വർക്കേഴ്സിൻ്റെയും കൂടെ മീൻ വേജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 38 ആണ്. അപ്പോൾ ഈ 100 വർക്കേഴ്സാണ്, അതായത് N1 + N2 എന്ന് പറയുന്നതാണ് ഈ 100. ഓക്കെ. ഈ 100 വർക്കേഴ്സിൻ്റെയും കൂടെ, അതായത് X12 ബാറാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതായത് 100 വർക്കേഴ്സാണ്. അപ്പോൾ 2 പേരുടെയും കൂടെയുള്ള മീൻ വേജസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 38 ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതായത് ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. മീൻ വേജസ് ഓഫ് 100 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ എ ഫാക്ടറി. അപ്പോൾ ആ ഫാക്ടറി 100 വർക്കേഴ്സാണ് ഉള്ളത്. അതായത് N1 + N2 എന്ന് പറയുന്നത് 100. റണ്ണിങ് 2 ഷിഫ്റ്റ് ഓഫ് 60 and 40 വർക്കേഴ്സ് റെസ്പെക്റ്റീവ്ലി ഈസ് ₹38. അപ്പം അവിടെ എന്താണ്? 2 ഷിഫ്റ്റായിട്ടാണ് 60 പേര് രാവിലെയും 40 പേര് വൈകിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പം ആ കമ്പൈൻഡ് മീൻ നമുക്ക് തന്നേക്കാം ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓരോ ക്വസ്റ്റ്യനും ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാലേ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മീൻ വേജ് ഓഫ് 60 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ മോർണിംഗ് ഷിഫ്റ്റ് ഈസ് 40. അപ്പോൾ ഇതിൻ്റെ മീൻ തന്നിരിക്കുക, അതായത് 60 വർക്കേഴ്സ്. ഇതിൻ്റെ X1 ബാർ എന്ന് പറയുന്നത് 40 ആണ്. 60 വർക്കേഴ്സിൻ്റെ മീൻ വേജ് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ഫൈൻഡ് ദ മീൻ വേജ് ഓഫ് 40 വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ ഈവനിങ് ഷിഫ്റ്റ്. അപ്പോൾ നമുക്ക് ഏതാ ഇല്ലാത്ത? ഈ X2 ബാർ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ഇല്ല. അപ്പോൾ നമ്മൾ X2 ബാറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിനി ഐറ്റംസ് എടുത്ത് എഴുതിയത് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. ഇവിടെ X12 ബാർ ഉണ്ട്, 38 ആണ്, ഈക്വൽസ് N1 എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു X1 ബാർ 40 പ്ലസ് N2 എന്ന് പറയുന്നത് 40 ഇൻറ്റു X2 ബാർ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ X2 ബാറിന് ഇവിടെ കൊടുത്തു. അങ്ങനെ തന്നെ കിട്ടും. ഡിവൈഡഡ് ബൈ N1 + N2 നമുക്കറിയാം 16 40 ആണ്. രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് 100 വർക്കേഴ്സാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് X2 ബാർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ X2 ബാർ കണ്ടുപിടിക്കാൻ ഇത് ന്യൂമറേറ്ററിലും ഇതിൻ്റെ അർത്ഥം എന്താ? 38/1 എന്നാണ് അതിൻ്റെ അർത്ഥം. 38 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 38 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഇത് ന്യൂമറേറ്ററിലും ഇത് ഈക്വൽ ടു ഇപ്പുറത്ത് ഡിനോമിനേറ്ററിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 38 × 100 ഈക്വൽസ് 60 × 40 പ്ലസ് 40 X2. നമുക്ക് X2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ വേരിയബിൾസ് ഉള്ളത് ഇതാ X2 എന്നുള്ള X2 ബാർ ഇവിടെ വേരിയബിളാണ്. വേരിയബിൾ ഉള്ളത് നമ്മളെപ്പോഴും അപ്പുറത്തിടുക.
ഈ വാല്യൂസ് മാത്രമുള്ളതിന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. ഇത് 3800, ഇത് 2400. ഈ 2400 എന്ന് പറഞ്ഞാൽ 2400 പ്ലസ് വാല്യൂ. അപ്പോൾ നമ്മൾ ഈ പ്ലസ് വാല്യൂവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഇവൻ മൈനസ് ആയിട്ട് മാറും. അതായത് 2400 ഈക്വൽ ടു 40x2 ആയി. ഇപ്പോൾ 3800 നിന്ന് 2400 കുറയ്ക്കുമ്പോൾ നമുക്ക് 1400 കിട്ടും. ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ 40x2 എന്നുള്ള ഈ 40യെ നമുക്ക് ഇവിടുന്ന് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരാം. മനസ്സിലായല്ലോ? ഇനി therefore x2 bar ഈസ് ഈക്വൽ ടു എത്ര വരും? ഇത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 35 ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന. ഓരോ ക്വസ്റ്റ്യൻ്റെ അകത്തും വ്യത്യാസമുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി 3 എണ്ണം ഉള്ള സീരീസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇല്ലസ്ട്രേഷൻ്റെ അകത്ത് 21 ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് 3 സീരീസ് ഉള്ള കേസാണ്. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കമ്പൈൻഡ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. വേറെ കൂടുതലൊന്നും വരത്തൊന്നുമില്ല. ഇത്രയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ആ ഇല്ലസ്ട്രേഷൻ 3 കൂടെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത മെത്തേഡ് ഞാൻ ചെയ്യാം. ഇനി അടുത്ത പോർഷൻ അതിൻ്റെ അകത്ത് കിടക്കുന്ന കറക്ഷൻ ഇൻ മീനാണ്. കറക്ഷൻ ഇൻ മീൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് തരുന്ന എക്സ് വേരിയബിൾസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേരിയബിൾസിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ മിസ്റ്റേക്കനായിരുന്നു. അപ്പോൾ ആ മിസ്റ്റേക്ക് വെച്ചിട്ട് നമ്മൾ അരിതമാറ്റിക് മിസ്റ്റേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അരിതമാറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് വാല്യൂസ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അന്നേരം നമ്മൾ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ആ മീനിനെ കറക്റ്റ് മീനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. മീൻ മാർക്സ് ഓഫ് 100 സ്റ്റുഡൻസ് വെർ ഫൗണ്ട് ടു ബി 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മീൻ മാർക്സ് ഓഫ് 100 സ്റ്റുഡൻസ് വെർ ഫൗണ്ട് ടു ബി 50. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ ഇതാണ്. മീൻ അതായത് എക്സ് ബാർ എന്ന് പറയുന്നത് 50 ആണ്, എൻ എന്ന് പറയുന്നത് 100 ആണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്സ് ബാർ എന്ന് പറയുന്നത് 50യും എൻ എന്ന് പറയുന്നത് 100ഉം ആണ്. ലേറ്റർ ഓൺ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് എ സ്കോർ ഓഫ് 87 വാസ് മിസ്റീഡ് ആസ് 78. അപ്പോൾ 87 എന്ന് പറയുന്ന സ്കോറ് തെറ്റായിട്ട് 78 ആയിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്ത്. 87 എന്നുള്ള സ്കോറിന് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മാർക്സിൻ്റെ അകത്ത് 87 എന്നാണ് തന്നിരുന്നത്. അത് വെച്ച് നമ്മൾ അരിതമാറ്റിക് മീനൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്ത് കറക്ഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും ഉള്ളത് 87 എന്നായിരുന്നു. ശരിക്കും എഴുതിയപ്പോൾ എന്തായി 78 ആയിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും മീൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇങ്ങനൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എക്സ് ബാറും മീനും തന്നിട്ടുണ്ട്. ദെയർഫോർ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ അറിയാം. എക്സ് ബാർ ഇസിക്കൽ ടു സിഗ്മ എക്സ് ബൈ എൻ അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് ബാർ നമുക്കിവിടെ തന്നിട്ടുണ്ട് 50 ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ 100 ആണ്. ദെയർഫോർ സിഗ്മ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നറിയാം, 5000. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എമൗണ്ട് കിട്ടുന്നത്. 5000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും മിസ്റ്റേക്കൺ ആയിട്ടുള്ള വാല്യൂസ് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും, ഇൻകറക്റ്റ് സിഗ്മ എക്സ് എന്ന് നമുക്കതിനെ പറയാം. ഓക്കെ, മിസ്റ്റേക്കൺ ആയിട്ടുള്ള 78 ഇട്ട് ചെയ്തിരിക്കുന്ന വാല്യൂവിൻ്റെ ടോട്ടൽ ഓഫ് എക്സ് ആണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഓഫ് എക്സ് വാല്യൂസ് ആണ് 5000 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കറക്ഷൻ ഇൻ മീനിൻ്റെ അകത്ത് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തെങ്കിൽ പഠിച്ചെങ്കിൽ മാത്രമേ കറക്റ്റ് ആകാറുള്ളൂ. കറക്റ്റ് സിഗ്മ എക്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഈ കറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻകറക്റ്റ് സിഗ്മ എക്സ്
മൈനസ് ഇൻകറക്റ്റ് ഐറ്റം പ്ലസ് കറക്റ്റ് ഐറ്റം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതായത് നമുക്ക് കിട്ടിയത് നമ്മൾ എൻ്റർ ചെയ്ത് ഏത് വെച്ചിട്ടാണ് ഈ 78 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്മ എക്സ്, അതായത് സിഗ്മ എക്സിൻ്റെ അത് 78 കിടക്കുന്നത്, ശരിക്കും 87 വരുന്ന സിഗ്മ എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ 78 ഇട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ഓഫ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 5000 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? അതെന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റ് സിഗ്മ എക്സ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ കറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇൻകറക്റ്റ് സിഗ്മ എക്സ് നമുക്കറിയാം 5000 മൈനസ് ഇൻകറക്റ്റ് ഐറ്റം ഏതാ ഇവിടെ? നമ്മൾ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 78 പ്ലസ് എത്രയാ? കറക്റ്റ് ഐറ്റം 87. ദാറ്റ് ഈസ് ഈക്വൽ ടു 78 പ്ലസ് 87 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 5000 പ്ലസ് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 5009. ഇതായിരുന്നു കറക്റ്റായിട്ടുള്ള സിഗ്മ എക്സ് എന്ന് പറയുന്നത്, 5009. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടപ്പോൾ നമുക്ക് കറക്റ്റ് സിഗ്മ എക്സ് കിട്ടി. ദെയർഫോർ കറക്റ്റ് മീൻ, കറക്റ്റ് അരിതമാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല, സിഗ്മ എക്സ് ബൈ എൻ. ഇവിടെ നമുക്ക് കറക്റ്റ് സിഗ്മ എക്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 5009 ഡിവൈഡഡ് ബൈ എൻ നമുക്കറിയാം, ഇവിടെ തന്നിട്ടുണ്ട് 100. ദറ്റ് ഈസ് ഈക്വൽ ടു 50.09 എന്ന് വരും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് കറക്ഷൻ ഇൻ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓർക്കാനായിട്ട് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ എക്സ് ബാറിൻ്റെ ഇക്വേഷൻ, അതായത് അരിത്മാറ്റിക് മീനിൻ്റെ നോർമൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ഇക്വേഷനിലേക്കാണ് ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് സിഗ്മ എക്സ് കിട്ടും. ഈ ഇൻകറക്റ്റ് സിഗ്മ എക്സ് കിട്ടും. ഈ ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് സിഗ്മ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇൻകറക്റ്റ് സിഗ്മ എക്സ് മൈനസ് ഇൻകറക്റ്റ് ഐറ്റം പ്ലസ് കറക്റ്റ് ഐറ്റം. അപ്പോൾ ഈ ഇൻകറക്റ്റ് ഐറ്റംസും തരും, കറക്റ്റ് ഐറ്റവും നമുക്ക് തരും. അപ്പോൾ അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 5009 കിട്ടും. അപ്പോൾ കറക്റ്റ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ. നമ്മൾ വീണ്ടും ഈ തന്ന കിട്ടിയ സിഗ്മ എക്സ് ടോട്ടൽ ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഇടുമ്പോൾ 50.09. ഇങ്ങനെയാണ് കറക്ഷൻ ഇൻ മീൻ കാൽക്കുലേറ്റ് ചെയ്തത്. തന്നെ ഒരു മെത്തേഡും കൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ അത് തന്നിട്ടുണ്ട്, ഇലസ്ട്രേഷൻ 24. അതും കൂടെ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഈ 2 പ്രോബ്ലംസ് മാത്രം ചെയ്ത് പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഞാൻ ഹാർമോണിക് മീൻ്റെ ഒരു വീഡിയോയും കൂടെ അയച്ചേക്കാം കേട്ടോ.